ഇന്നലെ എവിടേക്ക് വണ്ടി പറഞ്ഞിട്ട് ചെറുക്കനെ ഓട്ടർച്ച കുത്തി എന്നുള്ളത് പൊന്നാരന്റെ ബാവുട്ടിയാക്ക ആരാ പറഞ്ഞത്? ഞാൻ നിങ്ങളെ കുട്ടി ഓട്ടോറിക്ഷയിലാ ബസ്സിലാ സ്കൂൾക്ക് പോകണമെന്നല്ലേ ചോദിച്ചത്. അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് കടന്ന് പാഞ്ഞിൽ എന്റെ കുട്ടി ഓട്ടർച്ചയിലോ ബസ്സിലോ എന്തേലും പോയിക്കൂടാ. അനക്കെന്ത് തേങ്ങ ഹായ് കഴിച്ചിലായല്ലോ. മൂപ്പരക്ക് ഇപ്പൊ നല്ല പറ്റിയുണ്ടോ? എടാ ബാവുട്ടിയാക്ക എന്നെ തച്ചടാ. ബാപ്പുട്ടിയാക്ക എന്നെ തച്ചോ? എന്നാ പിന്നെ ചോദിച്ചിട്ടെന്നെ കാര്യമുള്ളൂ. വേണ്ട, എന്റെ കല്യാണം കഴിഞ്ഞോട്ടെ. ഇതിലും വലിയ കട ഞാൻ അപ്പുറത്ത് തുടങ്ങുന്നുണ്ട്. അപ്പൊ ഞാൻ എന്റെ ലോഡിങ്ങനെ ഞാൻ എപ്പൊ തന്നെ അപ്പോയിന്റ്മെന്റ് ലോഡിങ് ആയിട്ടോ? അല്ലല്ല, എന്റെ മാനേജറായിട്ട് തന്നെ എടുത്തു. പോരാ, സ്വന്തം മാനേജറായിട്ട്. എന്തൊക്കെയാ എന്നിട്ട് പിന്നെ അന്നെ കാണാനാണ് ഞങ്ങൾ ഇത്രയും തിരിച്ചുടിച്ചാണ് വണ്ടിക്ക് എണ്ണയും കത്തിച്ചാണ് വന്നിട്ടുള്ളത്. എന്താ കാര്യം എനിക്ക് മനസ്സിലായോ? മറ്റേ കല്യാണത്തിൻ്റെതാണ്. അന്നെ അന്വേഷിക്കാൻ നാളെ അവിടുന്ന് ആള് വരുന്നുണ്ട്. നാളെ? ആ പെണ്ണിന് 2 പല്ല് മൂക്ക് കൂടിയാണെങ്കിലും ആ പെണ്ണിന്റെ തന്തക്ക് സൂപ്പർ മാർക്കറ്റ് 4 സൗദിയില്. ഇതെങ്ങാനും നടന്നാൽ ഇവൻ ആരാ? ഇപ്പൊ എനിക്ക് പിടി നമ്മളെ അരിവാപ്പുട്ടിന്റെ ഗോഡൌണില് അരി ഏറ്റിന അനക്ക് ഇപ്പൊ ഏതൊരു പണച്ചാക്കിന്റെ പെണ്ണായിട്ട് കല്യാണം ഉറപ്പിച്ചിരുന്നു അല്ലേ? അങ്ങനല്ലേ? ആണോ? അതെ. അപ്പോലെ ഇവിടെ വന്ന് അന്വേഷിക്കാൻ വരുമ്പോ അന്നെപ്പറ്റി ഞാനിങ്ങനെ ഇല്ലാത്തതൊക്കെ പറഞ്ഞിങ്ങനെ പൊടിപ്പും തുങ്ങലും വെച്ച് വലിയ അതായത് ബാപ്പുട്ടിനേക്കാൾ വലിയൊരു മോലാക്കണം അല്ലെ? അത്രല്ലേ വേണ്ടുള്ളൂ. അത് നമ്മളിട്ടു. കാരണം ഒരു പണിയും തുറയില്ലാണ്ട് ഇവിടെ നിക്കണേ എനിക്ക് വേറെന്താ പണി? എനിക്ക് തോണ്ടെന്താടാ ഒരു മെച്ചം? ഞമ്മളെത്തി എന്റെ കല്യാണം ഞാൻ ഉറപ്പിച്ച് പോരെ. എവിടുന്നപ്പ ഈ വരവ്? ഞങ്ങൾ കോഴിക്കോട്ട് കോഴിക്കോട് എന്ന് പറയുമ്പോ കല്ലായിന അല്ലേ? അരക്കണിറന്ന അല്ല. വട്ടക്കണിറന്ന അല്ലേ? വല്യങ്ങാടിന അല്ല. ഇതൊക്കെ ഒന്ന് പറഞ്ഞോളെ മറ്റൊരു സ്വീപ്പാക്കണ. ഞങ്ങള് പുളിയമ്പറമ്പിൽ ഉസ്മാന്റെ വീട് അന്വേഷിച്ചു വന്നതാ ഒരു കല്യാണാലോചനക്ക്. പുളിയമ്പറമ്പ് ഉസ്മാൻ എന്ന് പറഞ്ഞാലേ നമ്മുടെ നാട്ടിലെ പോയി ഒരു കോടീശ്വരനാണ്. ഓനേറ്റൊക്കെ വന്നുറപ്പിക്കാത്തുള്ള കപ്പാസിറ്റി ഉണ്ട് നിങ്ങൾക്ക്. അതിന് പറ്റിയൊരു ബന്ധമാണ് ഞാൻ കൊടുത്തിട്ടുണ്ട്. സ്വത്തോണ്ടും മുതലോണ്ടും തറവാടിത്തം കൊണ്ടും ഓല അടുത്ത് കണ്ട് എത്തൂലെങ്കിലും ഏകദേശം ഓല അടുത്തേക്കൊക്കെ എത്തും. ഇത് നല്ല ബിസിനസ് ആയിരുന്നല്ലേ? കോഴിക്കോട് അങ്ങാടിയിൽ ആരോട് ചോദിച്ചാലും അറിയും. ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഇതാണ് നിങ്ങൾ പറഞ്ഞ ആ പേര. ഇതോ? ഓ, വളരെ ചെറിയ വീടാണല്ലോ. എന്നിട്ടൊരു വയ്യും കൂടി ഇല്ലല്ലോ. എന്താ കുഞ്ഞിപ്പ അത്? അതെ, ഇവരെ കുറിച്ച് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ. ഇവരുണ്ടല്ലോ വളരെ ലളിതമായ ജീവിത. ഇവർക്ക് കോടിക്കണക്കിന് ഉറുപ്പിന്റെ ആസ്തി ഉണ്ട്, പിന്നെ റബ്ബർ എസ്റ്റേറ്റ്, പിന്നെ ബിൽഡിങ്ങുകൾ, ഇല്ലാത്ത കുരുമാനം ഒന്നുമില്ല. ഞാൻ പറഞ്ഞോളൂ ഇല്ലേ? ഇത് പറഞ്ഞിട്ടില്ലേ? അത്രയും വലിയ പണക്കാരാണ്. പക്ഷെ ഉണ്ടല്ലോ ഈ നിറകൂടം തുളുമ്പൂല നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇന്ന് പറഞ്ഞ മാതിരി പോലെ തറവാടിത്തം വിട്ടുള്ള ഒരു കളി. അല്ല, വീട്ടിൽ ആരുമില്ലേ? കൂട്ടിക്കണല്ലോ. അത് കൂട്ടല്ലോ. അത് സുബൈക്കന്നെ ചേച്ചിക്കൊണ്ട് പണിക്ക് പോകൂലേ? അല്ല, അതായത് തെങ്ങും തോപ്പും കുരുമുളക് അടക്ക എന്ന് വേണ്ട എല്ലാ സകല ഗുലാബീന്റെ പോലെ തൊടൂല് അവിടെയാണ് ഇത് 10-100 പണിക്കാരുണ്ട്. ഇവർക്കൊക്കെ വെള്ളമോ ചായക്കെ കൊടുക്കണ്ടേ? ആ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ വേണ്ടിയിട്ടാണ് ഇമ്മ താത്ത നേരത്തെ പോകുന്നത്. അതിന് സുബൈക്കന്നെ പോട്ടോ. അതാണ് എന്ത്. അല്ല, എന്താ ചെതലരിച്ചു ഓലെന്താ അറിയോ? ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ലളിതമായ ജീവിതമാണ്. ഇതോൾക്ക് കോൺക്രീറ്റ് വലിയ ടെറസാക്കാൻ അറിയാഞ്ഞിട്ടല്ല, കാരണം ഓല് ലളിതമായ ജീവിതമാണ്. ഇഷ്ടം പോലെ സമ്പത്ത്, ഇഷ്ടം പോലെ കായ്, എല്ലാ ഭൂസ്വത്തുക്കളും ഉണ്ട്. പക്ഷെ അതിന്റെ അഹങ്കാരം ഓൽക്കുണ്ടോ? ഇല്ല.
ഞാനേ നമ്മളെ ആ അരിക്കച്ചവടം നടത്തുന്ന ഉസ്മാന്റെ പെരേക്ക് ഒന്ന് പോയതായിരുന്നു. ഉസ്മാനോ? അതേതാ അരിക്കച്ചവടം നടത്തേണ്ട ഉസ്മാൻ? എനിക്ക് മനസ്സിലായില്ല. നമ്മളെ അരി കയറ്റുമതി ഇറക്കുമതി ചെയ്യുന്ന ഉസ്മാനെ. ഇപ്പൊ എനിക്ക് മനസ്സിലായി, നമ്മളെ ബാപ്പുട്ടിന്റെ കടയില് അരി ഏറ്റേണ്ട ഉസ്മാനല്ലേ? അതെ, എനിക്ക് മനസ്സിലാവണം. ബാപ്പുട്ടിന്റെ അരിക്കടയല്ലേ അവിടെ ഉസ്മാൻ അരിയേറ്റിന്റെ പണിയല്ലേ? അതെ അതെ, ഒരു ബിസിനസ് ആകുമ്പോ അരി കയറ്റലും ഇറക്കലൊക്കെ ഉണ്ടാവൂലേ, ഒരു കോടീശ്വരനാണ് ഓൻ. ഇല്ലാത്ത കാര്യത്തിന് അട്ടാപ്പത്തിന് എന്നോട് പറഞ്ഞിട്ട് അതായത് ഓന് അരിവാപ്പുട്ടി എന്നാണ് പേര്. ഉസ്മാനെ ഞങ്ങൾ നാട്ടുകാരൊക്കെ വിളിക്കുന്നത് അരിവാപ്പുട്ടി എന്നാണ്. ഓ അത് ശരി. പറഞ്ഞോ. എന്നാ വേ. പിന്നെ ആ പെണ്ണിന്റെ തന്തേ എന്നെ പിന്നെ കാണാൻ വരുന്നുണ്ട്. പിന്നെയും വരുന്നുണ്ടോ? എന്റെ പറച്ചവനെ, ഞാൻ ഇതൊന്ന് കൊണ്ടാക്കട്ടെ. മൂസ, ഇവിടെ കിടന്ന് ഉറങ്ങാ. ആ പെണ്ണിന്റെ കൂട്ടക്കാര് വീണ്ടും വരുന്നുണ്ടോ? എന്തിന്? ഓലിപ്പോ നാള് വന്ന് കണ്ടുപോയതല്ലേ. ആ എന്തിനാണ് എനിക്കറിയില്ല. ബാപ്പുട്ടേക്കാണ് മുന്നിൽ ഇരിക്കുന്നുണ്ടേനു. അയാളിപ്പോ എന്തിനാ ഇങ്ങോട്ട് പണ്ടറടിക്കണ്ടോ? ആര്? ആ ബാപ്പുട്ടാക്കന്റെ കാര്യം പറഞ്ഞിട്ട്. അയാളെ സ്വന്തം വീടിൽ അയാളുണ്ടാവൂലേ? ഇതിപ്പോ എന്റെ പീടിയല്ലേ? അന്റെ വീട്? ആ പെണ്ണിന്റെ ബാപ്പാന്റെ വിചാരം ഇത് എന്റെ പീടിയല്ലേ മൂസ. എനിക്കത് മാറ്റാൻ പറ്റുമോ? ആദ്യം മൂപ്പര് ഇവിടുന്ന് ഓടിച്ചതിന്റെ ക്ഷീണം ഇപ്പോഴും മാറിയിട്ടില്ല കേട്ടോ. ഇത് എങ്ങനെങ്കിലും അയാളെ മാറ്റേ. ഞാൻ എങ്ങനെ ഇനി മൂപ്പരെ മാറ്റുക? എനിക്കറിയില്ല എന്റെ കല്യാണം കഴിഞ്ഞ സ്ഥിതി. അന്നെ ഞാൻ സൗദി കൊണ്ടുപോയി സൂപ്പർ മാർക്കറ്റിലെ മാനേജറായിട്ട്. ഉറപ്പല്ലേ? ജിന്നെ ഗൾഫിക്ക് കൊണ്ടുപോയില്ലേ? എന്നാ പിന്നെ ഞാൻ നോക്കട്ടെ കേട്ടോ. എന്നാ പിന്നെ ഞാൻ പെട്ടെന്ന് മാറ്റട്ടോ. ഗ്യാസ് ആണോ ബർഗാണോ? എന്താ പ്രശ്നം? എന്താണ് കാര്യം? പറ, എന്താ കാര്യം? ഗ്യാസും കുറ്റി കുടിയിൽ പൊട്ടിത്തെറിച്ചാണ്ട് പെണ്ണുങ്ങളും 2 കുട്ടികളും ആസ്പത്രിയിലാണല്ലോ. എന്റെ പരീന ഏതാണ് ആ ചങ്ങായി? അല്ല, ആരാപ്പാ ഓടിയ കുതിര? എന്റെ കയ്യും കാലും ഊരൊക്കെ പോയി. എന്തൊരു ഓട്ടാണ് ആ കുതിര ഓടിയത്? എന്റെ മൂപ്പർക്ക് പറ്റിയത്? അതെ, മൂപ്പർക്ക് പഴയ അസുഖം തന്നെ. പള്ളക്ക് നല്ല സുഖല്ല. അതൊരു ഇടങ്ങാറ്. എന്തൊരു ഓട്ടാണ് ആ കുതിര ഓടിയത്? അല്ല, എന്റെ മുതലാളിന്റെ ഞമ്മക്കാണ് പോവുന്ന. ഏത് ഡ്രൈവറ്? കണ്ടെയ്നർ ഡ്രൈവറാണോ, ലോറിന്റെ ഡ്രൈവറാണോ, പിക്കപ്പിന്റെ ഡ്രൈവറാണോ? ചോദിക്കണേ. ഓൻ ചായ കുടിക്കാൻ പോയി. പടച്ചോനെ, നിർത്ത് അവിടെ നിർത്ത്. കുടിയൊക്കെ വിട് വണ്ടി. മനസ്സിനെ ചമക്കൂലൊരു അതിന് കളറായി. മൂപ്പർക്ക് പള്ളക്ക് സുഖമില്ലാത്തോണ്ടല്ലേ? എന്താ പള്ളക്ക് സുഖമില്ലാത്തത്? ഇമ്മാതിരി സുഖമില്ല പള്ളക്ക്. ആ, ഞാൻ വീട്ടിൽ പോയിരുന്നു. ഉമ്മാനെ അവിടെ കണ്ടില്ല. ഉമ്മ നേരം വെളുത്ത പണിക്കോണ്ടല്ലേ? ആ, ഞാൻ അറിഞ്ഞു. പണിക്കാര് ധാരാളം ഉണ്ടല്ലേ? അടക്കിയും തേങ്ങയും കുരുമുളകും. പഴയ തറവാട്ടേരല്ലേ ഓല്? അനക്ക് ബാപ്പുട്ടി എന്നൊരു പേരുണ്ടോ? ഉണ്ട് അങ്ങനൊരു പേര്. എനിക്ക് ആന്ധ്രയിൽ നിന്ന് 2 ലോഡ് വരണ്ടേ. എന്നാ പിന്നെ ശരി കേട്ടോ, നമുക്ക് കാണട്ടോ. എനിക്ക് ലോഡ് ഇറക്കാണ്ട്. നമുക്ക് പിന്നെ കാണട്ടോ. ആയിക്കോട്ടെ, ശരി എന്നാ. ആ, സമാധാനം ആയില്ലേ? നിക്ക്. അല്ല, അനക്ക് തലക്ക് നല്ല ചൊകില്ലങ്ങയെ. അല്ല ബാബുട്ടേക്ക, നിങ്ങളിത് എവിടുക്കായി വണ്ടീന്? അപ്പൊ ഇയ്യല്ലേ പറയുന്ന പേരിൽ ഗ്യാസ് കുറ്റി പൊട്ടിത്തെറിച്ചു എന്നുള്ളത്? ഒന്നാരന്റെ ബാബുട്ടേക്ക, ഇന്ന് പേപ്പറിൽ വന്നൊരു ന്യൂസ് നിങ്ങൾക്ക് വായിച്ചു തന്നതല്ലേ?
ശരിയാണ് ഇപ്പൊ എനിക്ക് എല്ലാം മനസ്സിലായിക്കണു തെറ്റിന്റെ അടുത്താ വാ ഞാൻ പറഞ്ഞുതരാം വാ കാതറെ കാതറെ ഒന്ന് വളർന്ന കാതറെ എടാ ഈ ഷട്ടർ താത്തിക്ക കേട്ടോ താത്ത്